ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കുറച്ച് പോയിൻറ്റ്സ് കൂടിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്ര? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്ര? 1200 ആൻസർ. 1200. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 1200. നെക്സ്റ്റ് പോയിന്റ്, ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഗ്രാമപഞ്ചായത്തുകളാണ് ആകെയുള്ളത്. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ആകെ നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എന്ന് പറയുന്നത് 87. 87. ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6. ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്നുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്ര? 1200 ആൻസർ. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ആകെയുള്ളത്. ഇനി ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ആകെ നഗരസഭകളുടെ എണ്ണം അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം 6. ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം 6. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുമളിയാണ് റൈറ്റ് ആൻസർ. കുമിളി എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കുമിളി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമിളിയാണ്. കുമിളി ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിൽ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വളപട്ടണമാണ്. വളപട്ടണം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. വളപട്ടണം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വളപട്ടണം കണ്ണൂർ ജില്ലയിലാണ്. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ് റൈറ്റ് ആൻസർ. കണ്ണൂറാണ് റൈറ്റ് ആൻസർ. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ കണ്ണൂർ. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒളവണ്ണ. ഒളവണ്ണ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്. ഒളവണ്ണ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ്? ഇടമലക്കുടിയാണ്. ഇടമലക്കുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളവണ്ണയാണ്. ഒളവണ്ണ കോഴിക്കോട് ജില്ലയിലാണ്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടമലക്കുടിയാണ്. ഇടമലക്കുടി ഇടുക്കി ജില്ലയിലാണ്. നെക്സ്റ്റ് പോയിന്റ്, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. മലപ്പുറം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്. നെക്സ്റ്റ് പോയിന്റ്, ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്.
ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. പക്ഷെ ഇപ്പോൾ പഠിച്ചു ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. ഇനി ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും വയനാട് തന്നെയാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ ഗ്രാമപഞ്ചായത്തും കുറവാണ്, ബ്ലോക്ക് പഞ്ചായത്തും കുറവാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ഏതാണ് പഠിച്ചത്? തൃശ്ശൂരാണ്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല നമ്മൾ ഏതാ പഠിച്ചത്? എറണാകുളം പഠിച്ചു. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിൻറ്റ്സ് നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? 1200 ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ആകെ നഗരസഭകൾ അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളിയാണ്, ഇടുക്കി ജില്ലയാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ വളപട്ടണമാണ്, കണ്ണൂരാണ്. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്, കോഴിക്കോട് ജില്ലയാണ്. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി, ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ്. ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിൻറ്റ്സിലോട്ട് പോവാം. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഭൂപ്രകൃതിയും സവിശേഷതകളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലോട്ട് പോവാം. ഭൂപ്രകൃതിയും സവിശേഷതകളും. ഫസ്റ്റ് പോയിന്റ്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി മലനാട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിലധികം, അതായത് 250 അടിയിലധികം ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. ഇടനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ, അതായത് 25 അടി മുതൽ 250 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇനി എന്താണ് തീരപ്രദേശം നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ അഥവാ 25 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് എത്ര തരത്തിൽ ഡിവൈഡ് ചെയ്യാം? 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. എന്താണ് മലനാട്? മലനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിലധികം 75 മീറ്ററിലധികം അഥവാ 250 അടിയിലധികം ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇടനാട്? ഇടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ അഥവാ 25 അടി മുതൽ 250 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. ഇനി എന്താണ് തീരപ്രദേശം? തീരപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ 25 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ മലനാട് പഠിച്ചു, ഇടനാട് പഠിച്ചു, തീരപ്രദേശം പഠിച്ചു. ഇനി ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗമായ മലനാടിൻ്റെ വിസ്തീർണം എത്ര? ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗം ഏതാണ്? മലനാടാണ്. അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്
18,653 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് ഏറ്റവും വിസ്തൃതിയുള്ള ഭൂഭാഗം ഏതാണ്? മലനാടാണ്. മലനാടിൻ്റെ വിസ്തീർണമാണ് 18,653 ചതുരശ്ര കിലോമീറ്റർ. ഇനി കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ മലനാടിൻ്റെ ശതമാനം എത്രയാണ്? മലനാടിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 48%. 48% കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ മലനാടിൻ്റെ ശതമാനം. നെക്സ്റ്റ് പോയിന്റ്, ഇടനാടിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? നമ്മൾ മലനാടിൻ്റെ വിസ്തൃതി പഠിച്ചു. ഇനി ഇടനാടിൻ്റെ വിസ്തൃതി നമുക്ക് പഠിക്കാം. ഇടനാടിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 16,230.5 ചതുരശ്ര കിലോമീറ്ററാണ്. 16,230.5 ചതുരശ്ര കിലോമീറ്ററാണ് ഇടനാടിൻ്റെ ആകെ വിസ്തൃതി. കേരളത്തിൻ്റെ വിസ്തൃതിയിൽ ഇടനാടിൻ്റെ ശതമാനം എത്ര? ഇടനാടിൻ്റെ ശതമാനം 41.76%. മലനാടിൻ്റെ നമ്മൾ എത്രയാണ് പഠിച്ചത്? 48%. ഇടനാടിൻ്റെ എത്രയാണ്? 41.76%. ഇനി തീരപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി എത്ര? തീരപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി 3,979 ചതുരശ്ര കിലോമീറ്ററാണ്. 3,979 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തൃതിയിൽ തീരദേശത്തിൻ്റെ ശതമാനം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10.24%. 10.24%. അപ്പോൾ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മലനാടിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 18,653 ചതുരശ്ര കിലോമീറ്ററാണ്. ഇടനാടിൻ്റെ ആണെങ്കിൽ 16,230.5 ചതുരശ്ര കിലോമീറ്ററാണ്. തീരപ്രദേശമാണെങ്കിൽ 3,979 ചതുരശ്ര കിലോമീറ്ററാണ്. ഇനി ഇവരുടെയൊക്കെ ശതമാനം എത്രയാണെന്ന് നോക്കാം. മലനാടിൻ്റെ ആണെങ്കിൽ 48%. ഇടനാടിൻ്റെ ആണെങ്കിൽ 41.76%. തീരപ്രദേശമാണെങ്കിൽ 10.24%. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? നമുക്കറിയാം ആനമുടിയാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. അതിൻ്റെ ഉയരം എത്രയാണ്? 2,695 മീറ്റർ. 2,695 മീറ്റർ അഥവാ 8,842 അടി. കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലം ഏത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. നമുക്കെല്ലാം അറിയാവുന്നതാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നു. ഇടവപ്പാതി, കാലവർഷം എന്നീ പേരുകളിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന മഴക്കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം എന്ന് പറയും അല്ലേ? അതായത് കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന മഴക്കാലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷമാണ്. ഇനി കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര? 44 44 നദികളാണ് കേരളത്തിൽ ആകെയുള്ളത്. ഈ 44 നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 കിഴക്കോട്ട് ഒഴുകുന്നത് 3. അതായത് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എന്ന് പറയുന്നത് 44. ഈ 44 എണ്ണത്തിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും 3 മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പോൾ ഈ 3 ഏതൊക്കെയാണ്? കിഴക്കോട്ട് ഒഴുകുന്ന ഈ 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ്. കബനി, ഭവാനി, പാമ്പാറ്. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ്. പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എത്ര? പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 244 കിലോമീറ്ററാണ്. 244 കിലോമീറ്ററാണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏത്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ്. എന്നാൽ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ്.
ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 209 കിലോമീറ്ററാണ്. 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം. ഇനി കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ വലിയ നദി ഏതാണ്? പമ്പയാണ്. പമ്പയാണ് കേരളത്തിലൂടെ ഒഴുകുന്ന മൂന്നാമത്തെ വലിയ നദി. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. ചൂർണി. ചൂർണി എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകിയെത്തുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകിയെത്തുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ്. ഇതേപോലെ തന്നെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പമ്പയാണ്. ബാരിസ്. ബാരിസ് എന്നറിയപ്പെട്ട നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പമ്പയാണ്. അപ്പോൾ പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ്? പെരിയാറാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി പമ്പയാണ്. കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്? കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലിയാറാണ്. ചാലിയാറാണ് സ്വർണത്തിൻ്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലക്കുടി പുഴ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയാണ്. ഇനി കർണാടകയിലോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബനിയാണ്. കർണാടകയിലോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കബനിയാണ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയും കബനിയാണ്. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര? 34. കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം 34. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ എത്ര? കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ എത്ര? കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആൻസർ. 7 ആൻസർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം, ആലപ്പുഴ, എറണാകുളം. കോട്ടയം, ആലപ്പുഴ, എറണാകുളം. അപ്പോൾ വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം, ആലപ്പുഴ, എറണാകുളം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വേമ്പനാട്ടുകായലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ടുകായലാണ്. പമ്പാ നദി പതിക്കുന്ന കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേമ്പനാട്ടുകായൽ തന്നെയാണ്. പമ്പാ നദി പതിക്കുന്ന കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേമ്പനാട്ടുകായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. അത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി കായൽ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 പോയിന്റ്സ് പഠിക്കാം. മൺട്രോതുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലാണ്. മൺട്രോതുരുത്ത് മൺട്രോതുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിലാണ്. നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായൽ അഷ്ടമുടി കായലാണ്. നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായൽ അഷ്ടമുടി കായലാണ്. കല്ലടയാറിൻ്റെ പതനസ്ഥാനം ഏത് കായലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അഷ്ടമുടി കായലിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടി കായൽ. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൺട്രോതുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിലാണ്. നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായൽ അഷ്ടമുടി കായലാണ്. കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടി കായലിലാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട കായലാണ്. അതും കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട കായലാണ്. കൊല്ലം ജില്ലയിലാണ്.
ശുദ്ധജല തടാകമായ വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. ശുദ്ധജല തടാകമായ വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏത്? പൂക്കോട് തടാകം. അത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കോട് തടാകമാണ്. അത് വയനാട് ജില്ലയിലാണ്. ഇനി തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂപ്രകൃതിയും സവിശേഷതകളും എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അണക്കെട്ടുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അണക്കെട്ടുകളെ കുറിച്ച് പഠിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ്. കുറുവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇടുക്കി അണക്കെട്ടാണ്. കുറുവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇടുക്കി അണക്കെട്ടാണ്. നെക്സ്റ്റ്, ഇടുക്കി അണക്കെട്ടിൻ്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനഡയാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയാണ്. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധിയാണ്. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. നെക്സ്റ്റ്, പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. നെക്സ്റ്റ്, തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? കല്ലടയാറ്. തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മൾ പഠിച്ച് കൊല്ലമാണ്. തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? കല്ലടയാറ്. കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട. കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ്. ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത്? മുല്ലപ്പെരിയാറാണ്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാറാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിരുവാണി അണക്കെട്ട്. ഏതാണ്? ശിരുവാണി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിരുവാണി അണക്കെട്ട്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? പെരിയാറാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. ഓക്കെ, അപ്പോൾ അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കി. കുറുവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി അണക്കെട്ട്. ഈ അണക്കെട്ടിൻ്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 780 മെഗാവാട്ട്. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമേത്? കാനഡ. 1976 ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ലടയാറാണ്. നെക്സ്റ്റ്, കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയാണ്. ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയാണ്. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാറാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏത്? ശിരുവാണി അണക്കെട്ടാണ്. നെക്സ്റ്റ്, ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. നെക്സ്റ്റ്, ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്.
കബനിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയിലുള്ള അണക്കെട്ട് ഏത്? ബാണാസുര സാഗർ. കബനിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയിലുള്ള അണക്കെട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാണാസുര സാഗറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ ഭൂപ്രകൃതിയും സവിശേഷതകളും പഠിച്ചു, അതിനുശേഷം അണക്കെട്ടുകൾ പഠിച്ചു. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് പഠിപ്പിച്ചത്. എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.